അഭിഷേകത്താൽ നിറയ്ക്കുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ മെയ് 15 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ മെയ് 16 രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് മെയ് 19 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രക്ഷയെക്കുറിച്ചിട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്കറിയാം, രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും നമ്മൾ രക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരിടത്തു നിന്നും നമ്മൾ രക്ഷപ്പെടുന്നു. ഈ അർത്ഥമെല്ലാം നമ്മൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഇതിലുണ്ട്. നിത്യനാശത്തിൽ നിന്നും കർത്താവ് നമ്മെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുവന്നു, നിത്യതയിലേക്ക് കൊണ്ടുവന്നു. ഈ വാതിലൂടെ അകത്ത് കടന്നവർക്കെല്ലാം പിന്നീട് അവരുടെ ജീവിതം തകർച്ചയിലേക്കോ ഇല്ലായ്മയിലേക്കോ ദാരിദ്ര്യത്തിലേക്കോ വേദനയിലേക്കോ പോകാതെ വണ്ണം അവിടെ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ജയമുള്ളൊരു അനുഭവത്തിലേക്ക്, പ്രോസ്പറസ് ആയൊരു അനുഭവത്തിലേക്ക്, കർത്താവ് നടത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ആ വ്യക്തി അന്ന് മുതൽ കടക്കുകയാണ്. രക്ഷയിലാകുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ വാതിലൂടെ അകത്ത് കടന്ന വ്യക്തി മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ബൈബിൾ പറയുന്നത്, നമുക്ക് ചില കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ഈ മെസ്സേജിലേക്ക് പോകാം. ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിൽ തുടർമാനമായി ചിന്തിക്കുന്ന ഒരു ചിന്തയിലാണ് ഈ ആഴ്ചയിലും കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ഞാൻ ആയിരിക്കുന്നത്. രക്ഷയിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയോട് ദൈവം ഇടപെടുന്നതാണ് എൻ്റെ ചിന്ത. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ചയും അവിടെ എത്തിയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയും നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചതിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്ന ചിന്തയിൽ തുടരുവാനാണ് എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രിയും ഞാനത് തന്നെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. രക്ഷ അതൊരു വലിയ കാര്യമാണ്. രക്ഷ അതൊരു വലിയ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ദൈവദിനത്തിൽ നിന്ന് പകൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടദിവസം സംസാരിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യമായിരുന്നു. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഞാനാകുന്നു ആടുകളുടെ വാതിൽ, എന്നിലൂടെ കടക്കുന്നവനെല്ലാം രക്ഷപ്പെടും. നിങ്ങൾ ആ വാചകം രക്ഷപ്പെടുമെന്ന് വായിച്ചാൽ നമുക്ക് പ്രധാനമായി 6 പ്രധാന വാക്കുകൾ കാണാം. ഒന്ന്, രക്ഷപ്പെടും എന്ന് തന്നെയാണ്. ആ രക്ഷപ്പെടും എന്ന വാക്കിൻ്റെ അർത്ഥം നിത്യമായ ജീവനിലേക്ക്, നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞ നിത്യമായ ലോകത്ത് നാശത്തിൽ നിന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കും. എന്നാൽ പിന്നീട് നമ്മൾ വായിച്ചാൽ ആ രക്ഷപ്പെടും എന്ന വാക്കിനെ വ്യത്യസ്തമായ ആശയങ്ങളും അർത്ഥങ്ങളും ഉള്ളത് കാണാം. ഒന്നാമത്തെ അർത്ഥങ്ങളിൽ ഒന്ന് സൗഖ്യമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഈ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ അയാൾ സൗഖ്യമാകും. ആരെങ്കിലും ഈ വാതിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ, അടുത്ത വാക്ക് പറയുക, അയാൾ പ്രോസ്പറസ് ആകും, അനുഗ്രഹിക്കപ്പെടും. ആരെങ്കിലും ഈ വാതിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ, അടുത്ത വാചകം പറയുന്നത്, അയാൾ സുരക്ഷിതനാകും. ആരെങ്കിലും ഈ വാതിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ, അടുത്ത വാചകം പറയുന്നത്, അയാൾ ഡെലിവർ ആകും. എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരാൾ, യേശുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന ആത്മീയ നന്മകൾ ധാരാളമാണ്. അതിലൊരെണ്ണമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടപ്പോൾ പറഞ്ഞത്, ഡു വെൽ. എല്ലാം നന്നായി ചെയ്യുവാൻ കഴിയുന്നു. സഹോദരങ്ങളെ, രക്ഷയിലേക്ക് വരുന്ന ഒരാളുടെ ജീവിതം ഈ വിധത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും.
എങ്ങനെയാണ് രക്ഷിക്കപ്പെടാൻ പറ്റുന്നത്? രക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അല്ല, യേശുവിനെ എനിക്ക് എങ്ങനെ സ്വന്തമാക്കാനായി കഴിയും? യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ഒന്ന് ശ്രദ്ധിച്ചേ, അവനെ കൈക്കൊള്ളുക. എങ്ങനെയാണ് അവനെ കൈക്കൊള്ളുക? ചോദ്യം നിങ്ങളോട് ഹൃദയത്തിലും ചോദിച്ചേ, ഞാൻ യേശുവിനെ കൈക്കൊണ്ടതാണോ? യേശുവിനെ കൈക്കൊള്ളുന്നത് എങ്ങനെയാണ്? സിമ്പിളായി ഉത്തരം പറയാം. പൗലോസ് അതിനിങ്ങനെയാ പറഞ്ഞത്, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ടേറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. ദൈവമകനാകണമെങ്കിൽ, ദൈവമക്കളാകണമെങ്കിൽ എങ്ങനെ കഴിയും? വേദപുസ്തകം പറയുന്നു അവനെ കൈക്കൊള്ളണം. അവനെ കൈക്കൊള്ളുന്ന രീതി എന്താ? ഞാൻ എൻ്റെ മോളെ കെട്ടിപ്പിടിക്കുന്നത് പോലെയോ, എൻ്റെ ഭാര്യയെ ആശ്ലേഷം ചെയ്യുന്നത് പോലെയോ 2 കൈ നിവർത്തി പിടിച്ച് വാ കർത്താവേ എന്ന് പറയുന്നതാണോ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ? എന്താണ് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം സിമ്പിളാണ്, എൻ്റെ ദൈവമായി ഞാൻ അവനെ അംഗീകരിക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ ഈ പുറമേയുള്ള ശരീരത്തിനും എൻ്റെ അകമേയുള്ള ആത്മാവിനും അവൻ എൻ്റെ ദൈവമായി, ലോർഡായി, ഭരണകർത്താവായി, നിയന്ത്രിക്കുന്നവനായി, രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നതിനെയാണ് വാസ്തവത്തിൽ കൈക്കൊള്ളുക എന്ന് പറഞ്ഞത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ഇന്ന് പകൽ ആരെങ്കിലും യേശുവിനെ കർത്താവായി കൈക്കൊണ്ടാൽ പിന്നീട് അവൻ്റെ വീടിൻ്റെ നിയന്ത്രണം അവൻ്റെ കൈകളിലല്ല, എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അന്നു മുതൽ അവനെല്ലാം നന്നായി ചെയ്യാനായി തുടങ്ങും. മർക്കോസ് 6:37 അവൻ സകലതും നന്നായി ചെയ്തു എന്നതുപോലെ നിങ്ങളുടെ വീട് സകലതും നന്നാകാനായി തുടങ്ങും. ഇന്ന് എന്നെ കാണുന്ന ആരെങ്കിലും ഒരാൾ എല്ലാം തകർന്നാണോ കിടക്കുന്നത്? എല്ലാ അവസ്ഥയും മോശമാണോ? എനിക്ക് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. എൻ്റെ യേശു സകലതും നന്നായി ചെയ്യുന്നവനാണ്. എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുക്കാം നമുക്ക്. എൻ്റെ യേശു സകലതും നന്നായി ചെയ്യുന്നവനാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ നിന്റെ വീട്ടിലെ സ്ഥിതികൾക്ക് ഇന്ന് പകൽ മാറ്റമുണ്ടാകും. കുറച്ചും കൂടെ വ്യത്യാസമായി പറഞ്ഞാൽ യേശുവിനെ നീ വിശ്വസിക്കുന്ന നിമിഷം മുതൽ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. നിന്റെ നിയന്ത്രണം മാറി കർത്താവിന് നിയന്ത്രണം വരാൻ തുടങ്ങും. കുറച്ചും കൂടെ കയറി പറയട്ടെ, പിശാചിന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കും. പിശാചിന്റെ നിയന്ത്രണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറും. ഒരു കാര്യം പറയാവോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറയാറുണ്ടോ? ബ്രദറെ, ഒന്നല്ലാതെ പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിൽ വരുന്നു, ഒന്ന് തീർന്നാൽ അടുത്തതൊന്ന്, അടുത്തത് തീർന്നാൽ അടുത്തതൊന്ന്, എങ്ങനെ മുന്നേറണമെന്ന് അറിയാൻ വയ്യ. പിടിമുറുക്കുന്ന നീരാളിയെ പോലെ കടം, രോഗം, പ്രശ്നങ്ങൾ, വഴക്ക്, സമാധാനമില്ലായ്മ എൻ്റെ വീടിനെ പിടിമുറുക്കുന്നു. ആരെങ്കിലും അങ്ങനെ പറയുന്നവരാണോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. യേശുവിനെ സ്വീകരിക്കുന്നതോടുകൂടെ, യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നതോടുകൂടെ ഈ ലോകത്തിലെ സകല ശക്തിയുടെയും പിടിവിടും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ശബ്ദമീർത്തി ഹല്ലേലൂയ പറയാവോ? ഞാൻ ഇന്നത്തെ പോലെ ഓർമ്മിക്കുന്നു, ബ്ലീഡിങ്ങുമായി വന്നൊരു ചേച്ചി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ആ ചേച്ചിയുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ദുർശക്തി ഇളകി. ആ ശരീരത്തിൽ നിന്ന് ഇളകി അത് വിട്ടുപോകുമ്പോൾ ഞാൻ ആ ശക്തിയോട് ചോദിച്ചു, എന്താ നീ വിട്ടുപോകുന്നത്? അവൾ പറഞ്ഞു, ആ ശക്തി പറഞ്ഞ മറുപടി, ഇനി ഇവളിൽ ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഇവളെ പിടിക്കാൻ എനിക്ക് ഒക്കത്തില്ല. എനിക്കത് രസമായിട്ട് തോന്നി. എന്താ നിന്നെ പിടിക്കാൻ പറ്റാത്തത്? അവൾ പറഞ്ഞു, ഇവൾ യേശുവിൻ്റെ വകയായി. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ഈ പകൽ ആരെങ്കിലും യേശുവിൻ്റെ വകയായാൽ പിശാചിന് നിന്നിൽ ഹോൾഡില്ല, പിശാചിന് നിന്റെ മേൽ ഹോൾഡില്ല. ഞാൻ ദൈവദിനം പഠിച്ചപ്പോൾ പിശാച് ബാധിച്ചവനായി എന്ന് എഴുതിയിരിക്കുന്ന പല സ്ഥലങ്ങൾ നമുക്ക് കാണാം. പിശാച് ബാധിച്ചവനായി. ഞാൻ ആ വാചകം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പിശാച് ഒരു മനുഷ്യന്റെ കൂടെ കൂടിയാൽ ആ മനുഷ്യന്റെ ദേഹം മുഴുവൻ അവന്റെ നിയന്ത്രണത്തിലാകുമെന്നാണ്. അല്ല, അവന്റെ ജീവിതം മുഴുവൻ അവന്റെ നിയന്ത്രണത്തിലാകുമെന്നാണ്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, പിശാചിന് ഒരിക്കലും ഒരു മനുഷ്യനെ പൊസസ് ചെയ്യാനായി കഴിയത്തില്ല, ഹോൾഡ് ചെയ്യാനായി കഴിയത്തുള്ളൂ. കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് പറയാൻ ജസ്റ്റ് സല്ലങ്ങ് വന്നേ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ പിശാച് പിടിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ പൂണ്ടടങ്ങും പിടിച്ചിരിക്കുന്ന പോലെ പിടിക്കാനൊക്കത്തില്ല. അതിനു പകരം ഏതെങ്കിലും ഒരു ഭാഗത്ത് പിടിക്കാനേ പറ്റത്തുള്ളൂ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ, മുഴുവൻ നിയന്ത്രണം അവന്റെ എടുക്കാൻ ഒരു മനുഷ്യന്റെ മുകളിലും പിശാചിന് കഴിയത്തില്ല. അവന്റെ ബുദ്ധിയുടെ നിയന്ത്രണം, അല്ലെങ്കിൽ അവന്റെ കണ്ണിന്റെ നിയന്ത്രണം, അല്ലെങ്കിൽ അവന്റെ വായുടെ നിയന്ത്രണം. എന്നാൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, യേശുവിലേക്ക് വന്നാൽ അവന്റെ സകല നിയന്ത്രണവും പൊട്ടിപ്പോകും. ഒന്ന് ആർത്ത് വിളിച്ച് ദൈവത്തെ സ്തുതിച്ചോ, യേശുവേ എന്നൊന്ന് വിളിച്ചോ. ഹല്ലേലൂയ. ഇന്ന് പറയുമ്പോൾ ചില വീട്ടിനകത്ത് ഡെലിവറൻസുകൾ നടക്കുകയാണ്. ഞാനത് പറയുമ്പോൾ ചില ഭൂതങ്ങൾ വിട്ടുപോകുകയാണ്. ചില വീട്ടിനകത്ത് നീരാളി പോലെ പിടിച്ചിരിക്കുന്ന പിശാചിന്റെ പ്രവർത്തികൾ ഇപ്പോൾ അഴിയുകയാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചോ.
യേശുവിന് നന്ദി പറഞ്ഞു. ഇപ്പോൾ ആ കെട്ടുകൾ അഴിയുകയാണ്. ജപ്തിയാണോ അത് അഴിയുകയാണ്. കടഭാരമാണോ അത് അഴിയുകയാണ്. രോഗങ്ങളാണോ അത് അഴിയുകയാണ്. ഏതു തന്നെ ആയാലും നിന്നെ പിടിച്ചിരിക്കുന്നവ പൊട്ടാൻ പോകുന്നു. തെറ്റായ ബന്ധങ്ങളാണോ അഴിയാൻ പോകുന്നു. തെറ്റായ വികാരങ്ങളാണോ അഴിയാൻ പോകുന്നു. ഏതു തന്നെ ആകട്ടെ, ഈ പകലത് കെട്ടഴിയാൻ പോകുന്നു. യേശുവിനെ വിശ്വസിക്കുമ്പോ നിങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം, പിശാചിന്റെ ഹോൾഡ് പൊട്ടും, പിശാചിന്റെ സ്വാധീനം അഴിയും. നിങ്ങൾക്കറിയാവോ, യേശുവിൽ വിശ്വസിച്ച ഒരു സ്ത്രീയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. വേദപുസ്തകം പറയുന്നത് അവളുടെ മുകളിൽ ഏകദേശം 9 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. എൻ്റെ കൂടെ ഉണ്ടോ? 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. യേശുവിനെ അവൾ ദൈവമായി അംഗീകരിച്ചതോടുകൂടെ, രക്ഷകനായി സ്വീകരിച്ചതോടുകൂടെ ആ 7 ഭൂതവും അവളെ വിട്ടുപോയി. വേറെ ഭാഷയിൽ പറഞ്ഞാൽ, അവളെ വ്യഭിചാരത്തിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ശത്രുവിന്റെ ബലം അവളുടെ മേൽ നിന്ന് മാറിപ്പോയി. ഈ പകൽ നിന്നോട് പറയട്ടെ, യേശുവിനെ വിശ്വസിച്ചാൽ നിന്നെ പാപത്തിലേക്ക് വലിച്ചഴക്കുന്ന ഹോൾഡ് പൊട്ടും, പാപത്തിലേക്ക് ബലപ്പെടുത്തുന്ന ശക്തി അഴിയും. പകരം നീ യേശുവിനാൽ സ്വതന്ത്രനാകും. വേദപുസ്തകം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വാക്ക്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അടുത്ത വാചകങ്ങളിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം, പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തിയിട്ടല്ലാതെ നിങ്ങൾക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല. കുറച്ചും കൂടെ കയറി പറഞ്ഞാൽ, പുത്രൻ നിങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. യേശുവിനെ രക്ഷകനായി ആരെങ്കിലും സ്വീകരിക്കുമോ, യേശുവിനെ ദൈവമായി ആരെങ്കിലും അംഗീകരിക്കുമോ, ആ നിമിഷം മുതൽ പാപത്തിന്റെ ബലം പൊട്ടും. ഒന്ന് കൈയടിച്ചോ, യേശുവിനെ നന്ദി പറഞ്ഞു. ഈ പകൽ ചിലരുടെ പാപത്തിന്റെ ബലമഴിയുകയാ. ഈ പകൽ ചിലരുടെ പാപത്തിന്റെ ബലമഴിയുകയാ. ക്രിസ്തുയേശുവിന്റെ സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടാകുകയാ. ആമേൻ. ഞാൻ 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോളിയും കൂടെ വരാവോ? ഞാൻ ഒന്നാമത് പ്രാർത്ഥിക്കുന്നത്, യേശുവിനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ മേൽ നിന്ന് പാപത്തിന്റെ ബലമഴിയും. യേശുവിനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കടത്തിന്റെ ബലമഴിയും. യേശുവിനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിലെ രോഗബന്ധനങ്ങൾ അഴിയും. നാർത്ത് വിളിച്ച് ദൈവത്തെ സ്തുതിച്ചോ. അവനെ കൈക്കൊണ്ടാൽ ഇത് തീരും, അവനെ കൈക്കൊണ്ടാൽ ഇത് മാറും. യേശുവേ, യേശുവേ. ആരെങ്കിലും യേശുവേ നീ എന്റെ ദൈവമാണെന്ന് ഈ പകൽ എന്നോടൊപ്പം പറയുന്നു. ഈ പകൽ നിന്റെ കടം തീരുകയാണ്, കടത്തിന്റെ ബലം അഴിയുകയാണ്. സോളിയൊരു വാക്ക് പ്രാർത്ഥിച്ചേ. കടഭാരത്തിൽ ഇരിക്കുന്ന വീടുകൾ വിഴിയട്ടെ, ജപ്തിയുടെ വക്കിലിരിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ. അവരെ പിടിമുറക്കിയിരിക്കുന്ന അപ്പാ ഇരുട്ടിന്റെ പ്രവൃത്തി അഴിയട്ടെ അപ്പാ. ആ കടത്തിന്റെ ചങ്ങലകൾ പൊട്ടട്ടെ അപ്പാ. കർത്താവേ, ജപ്തി നീങ്ങി പോകട്ടെ അപ്പാ. കർത്താവേ, എന്ത് ചെയ്താലും സമൃദ്ധിയില്ലാത്ത അനുഭവം കർത്താവേ അവരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങി പോകട്ടെ അപ്പാ. കർത്താവേ, എന്ത് ചെയ്താലും അനുഗ്രഹത്തിലേക്ക് വരട്ടെ. നീ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടുമെന്നാ പറഞ്ഞത് അപ്പാ. ദൈവദിനത്തിൽ പറഞ്ഞതുപോലെ അപ്പാ ഇവരുടെ ജീവിതത്തിൽ അത് ഉണ്ടാകട്ടെ അപ്പാ. യേശുവിന്റെ നാമത്തിൽ അത് ഉണ്ടാകട്ടെ അപ്പാ. കർത്താവേ, ഇവർ അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. നമ്മളെ കാണുന്ന അനേക ആകുലതകളിലായിരിക്കുന്നേ. ആകുലതകൾ വേണ്ട, സങ്കടങ്ങൾ വേണ്ട. ആകുലതകൾ വേണ്ട, സങ്കടങ്ങൾ വേണ്ട. വിചാരപ്പെടുകയെ വേണ്ട, യേശു കൂടുണ്ടേ. വിചാരപ്പെടുകയെ വേണ്ട, യേശു കൂടുണ്ടേ. ആകുലതകൾ വേണ്ട, സങ്കടങ്ങൾ വേണ്ട. ആകുലതകൾ വേണ്ട, സങ്കടങ്ങൾ വേണ്ട. വിചാരപ്പെടുകയെ വേണ്ട, യേശു കൂടുണ്ടേ. വിചാരപ്പെടുകയെ വേണ്ട, യേശു കൂടുണ്ടേ. കൂടുണ്ടേ നല്ല, കൂടുണ്ടേ നല്ല, കൂടുണ്ടേ നല്ല ദൈവം കൂടുണ്ടേ. കൂടുണ്ടേ നല്ല, കൂടുണ്ടേ നല്ല, കൂടുണ്ടേ നല്ല ദൈവം കൂടുണ്ടേ. കൂടുണ്ടേ നല്ല, കൂടുണ്ടേ നല്ല, കൂടുണ്ടേ
ആകുലതകൾ വേണ്ട, സങ്കടങ്ങൾ വേണ്ട, ആകുലതകൾ വേണ്ട, സങ്കടങ്ങൾ വേണ്ട, ഓ വിചാരപ്പെടുകയെ വേണ്ട, യേശു കൂടുണ്ടേ. വിചാരപ്പെടുകയെ വേണ്ട, യേശു കൂടുണ്ടേ. ഓ കൂടുണ്ടേ നല്ല, കൂടുണ്ടേ നല്ല, കൂടുണ്ടേ നല്ല, യേശു കൂടുണ്ടേ, കൂടുണ്ടേ നല്ല, കൂടുണ്ടേ നല്ല, കൂടുണ്ടേ നല്ല, ദൈവം കൂടുണ്ടേ. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടുത്ത വാക്ക് പ്രാർത്ഥിക്കുന്നത്, കടഭാരത്തിന്റെ പിടി സ്വാധീനിച്ചിട്ടുള്ള ആളുകൾ ഒരുമിച്ച് എന്നോട് കൂടെ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങളുള്ള ആളുകൾ ചേർന്ന് കൈവച്ചാട്ടെ. പ്രിയ കർത്താവേ, യേശുവിൽ വിശ്വസിക്കുന്ന ചില വീടുകൾ രോഗക്കെടുതിയിൽ നിന്ന് അടിയട്ടെ. അപ്പാ, രോഗക്കെടുതിയിൽ നിന്ന് പുറത്തു വരട്ടെ. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം വരട്ടെ, ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം വരട്ടെ. ചില വീട്ടിൽ നിന്ന് പൈശാചിക ശക്തികൾ അഴിയട്ടെ, രോഗക്കെടുതികൾ അഴിയട്ടെ. Right now in the name of Jesus. Amen. സോ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. ചിലരുടെ പാപബന്ധനങ്ങൾ അഴിയട്ടെ. ആമേൻ. ചിലർ ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കുന്നു, എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പാപബന്ധനം അഴിയും, പാപത്തിന്റെ ബലം അഴിയും. വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ കൃപയ്ക്കത്രേ അധീനരാകൊണ്ട് പാപം നിങ്ങളെ നിയന്ത്രിക്കത്തില്ല. നിങ്ങൾ ആരെങ്കിലും യേശുവിന് അധീനരാണോ, പാപത്തിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ഓ, ഒന്ന് കൈയടിച്ചു പറഞ്ഞേ, പാപത്തിന് എന്നെ തൊടാൻ പറ്റത്തില്ല. പ്രിയ കർത്താവേ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ നിന്ന് പാപത്തിന്റെ ബലമഴിയട്ടെ, മദ്യപാനത്തിന്റെ ബലമഴിയട്ടെ. മദ്യപാനം നിർത്താൻ പറ്റുന്നില്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലേ? ആ മദ്യത്തിന്റെ ബലമഴിയട്ടെ, ദുശീലത്തിന്റെ ബലമഴിയട്ടെ, ദുശീലത്തിന്റെ കെടുതികൾ അഴിയട്ടെ. നസ്രാനായവന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. പാപത്തിന്റെ ബലഹീനത കൊണ്ടുവരുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇരിക്കാം നമുക്ക്. യേശുവിനെ കർത്താവായ ഒരാൾ സ്വീകരിച്ചാൽ അന്നു മുതൽ കർത്താവാണ്, യേശുവാണ് നമ്മളിൽ കർത്തൃത്വം നടത്തുന്നത്. എന്നാൽ അതേപോലെ പറയുകയാണ്, പാപത്തിൻ്റെ ശക്തികൾക്ക്, പിശാചിൻ്റെ അവൻ്റെ ബലം അന്നു മുതൽ ആ വ്യക്തിയിൽ ഇല്ലാതാവുകയാണ്. ഹല്ലേലൂയ. ഐ മീൻ, പിശാച് ചില വ്യക്തിയിൽ അവൻ്റെ ഒരു ബലം പിടിച്ചു വയ്ക്കുക, അല്ല അവൻ്റെ ചില മേഖലയിൽ അവരെ സ്വാധീനിക്കുന്നതായിട്ടുണ്ട്. അന്നു മുതൽ എന്നാണോ കർത്താവിനെ അറിഞ്ഞത്, എന്നാണോ യേശു നമ്മളെ കർത്തൃത്വം നടത്തുന്നത്, അന്നു മുതൽ ആ ബലം അവരുടെ ലൈഫിൽ നിന്ന് ഉടഞ്ഞു പോവുകയാണ്. ഐ മീൻ, നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നുവെങ്കിൽ, ഐ മീൻ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ പിശാചിന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. അതിൻ്റെ ബലത്തെ ഐ മീൻ അന്നു മുതൽ ഉടച്ചു കളഞ്ഞു, അതിൻ്റെ ബലം അന്നു മുതൽ ഇല്ലാതായിരിക്കുകയാണ്. ഹല്ലേലൂയ. തികച്ചും ഐ മീൻ നിങ്ങളായിരുന്ന പാപത്തിൻ്റെയും നാശത്തിൻ്റെയുമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ചിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നന്ദി പറയാം. ഐ മീൻ നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററിൻ്റെ പേര് ഗ്രേസി. സിസ്റ്റർ വരുന്നത് വെഞ്ഞാറമൂട് നിന്നാണ്. സിസ്റ്ററിന് ഒരു തയ്യൽ ഉണ്ടായിരുന്നു. അതിനടുത്ത് തന്നെ ഒരു ഫർണിച്ചർ കടയുണ്ടായിരുന്നു. അതിൻ്റെ പൊടി അടിച്ചിട്ട് അലർജിയാൽ ഭാരപ്പെടുകയായിരുന്നു. സിസ്റ്റർ പറയും 4 വർഷത്തോളം സിസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി മരുന്നുകൾ ഉപയോഗിച്ചു. എന്നാൽ 4 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കുകയാണ്. യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു, യാതൊരു വിധ മാറ്റവും ഇല്ലായിരുന്നു സിസ്റ്ററിന്. എന്നാൽ ഇവിടെ വന്ന് ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറയുന്നത് അതുവരെ അലർജിയാൽ ഭാരപ്പെട്ടിരുന്നത് അത് അന്ന് തന്നെ സൗഖ്യമായി. ഇപ്പോൾ അങ്ങനെ 4 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി മാറിപ്പോയി. എല്ലാ ഡോക്ടർമാരും പറഞ്ഞതിന് വയസ്സാകുമ്പോൾ ഇത് ലെൻസിൽ പൊടി അടിച്ചിട്ട് അത് ആസ്മയായിട്ട് മാറും, മരുന്നുകൊണ്ട് ഒരു ഫലവും ഇല്ലാതെ ആവും, പിന്നെ ഇൻഹേലർ ഉപയോഗിക്കാൻ പറഞ്ഞ്. അപ്പം ഞാനിവിടെ വന്ന് ബ്രദറിനെ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഇൻഹേലർ ഡോക്ടർ തന്നെനിക്ക്, പക്ഷേ ഞാനത് ഉപയോഗിച്ചില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം തന്നെ അത് മാറ്റുമെന്ന് പറഞ്ഞ് പിന്നെ അതൊന്നും ചെയ്തില്ല. ബ്രദർ പൂർണ്ണമായിട്ടും എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ അവസ്ഥ, മരണം വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാണ്. നടക്കാൻ പറ്റില്ലായിരുന്നു, ഉറങ്ങാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെക്കാൻ പറ്റില്ല ബ്രദർ. അപ്പോഴേക്കും എനിക്ക് ശ്വാസം വരില്ല, ഉള്ളിനൊക്കെ എപ്പോഴും ഡ്രൈ ആയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് എൻ്റെ യേശുപശം മാറ്റി. ഇപ്പം ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ആ പൊടിയുടെ അവസ്ഥ അവരെ മാറ്റി, എന്നെ മാറ്റാതെ ആ പൊടിയുടെ അവസ്ഥ അവരവിടെ നിന്ന് മാറി. ഇപ്പം ആ ജംഗ്ഷൻ നല്ല
ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ചേച്ചിക്ക് വളരെ മുട്ടിന് പ്രയാസത്താൽ ഭാരപ്പെടുകയായിരുന്നു. മുട്ടിന് പ്രയാസം ഉണ്ടായിരുന്നു. നമ്മുടെ പാട്ടിന്റെ ഷൂട്ടിന്റെ സമയത്ത് ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. Okay. ചേച്ചി വളരെ ഭാരത്തോട് പറഞ്ഞു, കർത്താവെ അടുത്ത പ്രാവശ്യം എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ മുട്ടിന് പ്രയാസമാണല്ലോ, ഞാൻ മുട്ടിന്റെ പ്രയാസത്തെ ഞാൻ എങ്ങനെ നിന്റെ വേല ചെയ്യും എന്നിങ്ങനെ പല ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു. എന്നാൽ ചേച്ചി പറയുന്ന ആ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്ന സമയം മുതൽ ആ മുട്ടിന്റെ മേലുള്ള പ്രയാസം മാറി. ചേച്ചി പറയുന്നത് ചേച്ചി സ്തോത്രകാഴ്ചയും ദശാംശവും കറക്റ്റായിട്ട് കർത്താവിന് കൊടുക്കാറുണ്ട്. ചേച്ചിയുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട്, അത് പൂർണ്ണമായി മാറിപ്പോയി. അതേപോലെ ചേച്ചി പറഞ്ഞു ഇപ്പൊ സേവിങ് ഉണ്ടെന്നാ പറയുന്നത്. അതേപോലെ മറ്റൊരു സാക്ഷ്യം ചേച്ചി അടുത്തിരിക്കുന്ന ഒരാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, നീതിമാന്റെ ഭവനത്തിൽ എന്തോ ഉണ്ട്, വിലയേറിയ നന്മകളുണ്ട്, നിക്ഷേപങ്ങളുണ്ടെന്നാണ്. നമ്മുടെ ഈ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിലുള്ള ഒരു ചെറിയ ചിന്ത, വിശ്വാസിക്ക് നിക്ഷേപം പാടില്ലെന്നാണ്. എന്നാൽ നിങ്ങൾ അറിയേണ്ടത് വിശ്വാസിക്ക്, കാരണം നമ്മുടെ അകത്ത് പുതിയ നിയമത്തിലെ ചില വാക്യങ്ങൾ അറിയാം. എന്നാൽ നിങ്ങൾ അറിയേണ്ടത് കർത്താവ് വിശ്വാസിക്ക്, നീതിമാനെ നിക്ഷേപം തരും. അവന്റെ മക്കൾക്ക് അവൻ സമ്പാദ്യം വെച്ചേക്കൂ എന്ന വാക്യം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവ് ചെയ്യട്ടെ, പറഞ്ഞാട്ടെ. ചേച്ചി പറയുന്നത് കൊറോണ സമയത്ത് ചേച്ചി ഡിസംബറിൽ ഗ്യാസ് എടുത്തു. സാധാരണ ചേച്ചിക്ക് 6 മാസമാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചേച്ചി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവെ ഇത് ഏറെ നാൾ നിലനിൽക്കണം, ഞാൻ ഇത് കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഈ സാമ്പത്തികം ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് ചേച്ചി പറയുന്നത് ആ കൊറോണ സമയത്ത് 1 വർഷത്തോളം ആ ഗ്യാസ് നിലനിന്നു. ഇപ്പോഴും ചേച്ചി പറയുന്ന വിശ്വാസത്തോടെ ഗ്യാസ് എടുക്കുന്ന സമയത്ത് ചേച്ചി കൈവച്ച് പ്രാർത്ഥിക്കും. ഇപ്പോഴും 8-9 മാസത്തോളം ഗ്യാസ് ഉപയോഗിക്കാറുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഉപകാരങ്ങൾ ഒരെണ്ണം കൂടെ ഉണ്ട്, പറ. ചേച്ചി പറയുന്നത് ഒരു സ്വർണം പണയം വെച്ചിരുന്നു. ചേച്ചി 56,000 രൂപയ്ക്കാണ് പണയം വെച്ചത്. 20,000 രൂപ ചേച്ചി അടച്ചിട്ടുള്ളായിരുന്നു. ചേച്ചി പറയുന്നത് പിന്നെ 26,000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ചേച്ചി ഒരു പ്രാവശ്യം ബാങ്കിൽ ചെന്നപ്പോൾ മാനേജർ പറയുന്നത് അതിനകത്ത് 6,000 രൂപ കൂടി അടച്ചിട്ടുണ്ട്. പക്ഷെ ചേച്ചി പറയുന്നത് ഞാൻ അങ്ങോട്ട് പൈസ അടച്ചിട്ടില്ല, ഇതെങ്ങനെ അടച്ചു എന്ന് അറിയില്ല. അപ്പോൾ അവർ കമ്പ്യൂട്ടർ മുഴുവനും ചെക്ക് ചെയ്തു, പക്ഷെ ആ പൈസ അടച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചേച്ചി സാക്ഷ്യപ്പെടുത്തുന്നത്. സിസ്റ്ററിന്റെ പേര് ശ്രീകുമാരി ബിജുലാൽ എന്നാണ്. സിസ്റ്റർ വരുന്നത് പള്ളിമൺ നിന്നാണ്. സിസ്റ്റർ പറയുന്ന 2022 സിസ്റ്ററിന് ഒരു സ്വപ്നമുണ്ടായി. സിസ്റ്ററിന് സ്നാനപ്പെടുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ കർത്താവ് അടുക്കൽ വരുന്നതും, നീ ഭയപ്പെടേണ്ട, നിനക്ക് ഈ വർഷം തന്നെ ഒരു വീടുണ്ടാകുമെന്ന് പറഞ്ഞു. 2022 വീടുണ്ടാകുന്നതായിട്ടാണ് സിസ്റ്റർ സ്വപ്നം കണ്ടത്. സിസ്റ്റർ പറയുന്നത് കർത്താവ് വീണ്ടും പറഞ്ഞു 2023 ആകുമ്പോൾ അത് 2 നിലയായി മാറുമെന്ന് പറഞ്ഞു. പക്ഷേ 2022 മെയ് മാസത്തിൽ സിസ്റ്റർ സ്നാനപ്പെട്ടു. പക്ഷേ ആ വർഷം ഡിസംബർ ആകുന്നത് വരെയും വീടുണ്ടായില്ല. എന്നാൽ 2023 വീടുണ്ടായി. സിസ്റ്റർ പറയുന്നത് 2 നില വീട് തന്നെ സിസ്റ്ററിന് ഉണ്ടാകുവാൻ. സിസ്റ്ററിന്റെ പേര് അജിത. സിസ്റ്റർ വരുന്ന കടക്കിൽ നിന്നാണ്. ഈ സിസ്റ്ററിന് 2 ഇരട്ട ആൺമക്കളാണ് ഉള്ളത്. ഒരു മോന് 5 വർഷം മുമ്പേ ജോലി ലഭിച്ചിരുന്നു, എന്നാൽ ഒരാൾക്ക് ജോലി ആയിരുന്നില്ല. എന്നാൽ സിസ്റ്റർ പറയുന്നത് CRPF ഇപ്പോൾ മോൻ ട്രെയിനിങ്ങിന് കയറി, ദൈവ അനുഗ്രഹത്താൽ മോന് ജോലി ലഭിച്ചു എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തെ മോനും ജോലിയായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് മെയ് 22 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് മെയ് 23 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, നൂറണി. മിറക്കിൾ സൺഡേ അഞ്ചലിൽ മെയ് 26 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. നാട്ടിലെ ഉണർവ് കരവാളൂർ മെയ് 29, 30 തീയതികളിൽ വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം കോയിപ്പുറം ഓഡിറ്റോറിയം, കരവാളൂർ. ഐമീൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുകയാണ്. ഐമീൻ ഈ സമയം രോഗികളായിരിക്കുന്നവർ, അല്ല ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച്, രോഗികൾ പ്രയാസമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. കർത്താവേ, ഞങ്ങളുടെ ലൈഫിൽ അപ്പാ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത, കർത്താവേ ഞങ്ങൾക്കൊരു സഹായം വേണമെന്ന് തോന്നുന്ന എല്ലാ മേഖലയിലും അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ വിടുതലാണ്, അവിടുന്ന് ഞങ്ങളുടെ സൗഖ്യമാണ്, അവിടുന്ന് ഞങ്ങളുടെ കർത്താവേ ജീവനാകുന്നു കർത്താവേ. അപ്പോൾ നായകനാകുന്നു കർത്താവേ, അപ്പോൾ ഞങ്ങളുടെ നാഥനാകുന്നു കർത്താവേ. ഹല്ലേലൂയ. ഏതൊക്കെ മേഖലയിൽ
മേഖലയിലാണോ ഈ കുടുംബങ്ങൾ വേദനയോടായിരിക്കുന്നത്, പ്രയാസത്തോടായിരിക്കുന്നത്, അവിടെ അവിടുത്തെ കരം ചലിക്കട്ടെ അപ്പാ, ആ ശക്തി ചലിക്കട്ടെ അപ്പാ, സാന്നിധ്യം ചലിക്കട്ടെ അപ്പാ, പൂർണ്ണമായൊരു വിടുതലിലേക്ക് വരട്ടെ അപ്പാ. നിൻ്റെ കൃപ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു. പൂർണ്ണമായൊരു വിടുതലിലേക്ക് വരട്ടെ അപ്പാ. അവിടുത്തെ കൃപ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവേ, അവിടുന്ന് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. എനിക്കൊരു കുഞ്ഞിനെ കാണാം. ആ കുഞ്ഞിനെ മടിയിൽ വെച്ച് ആ കുഞ്ഞിൻ്റെ സ്കിന്നിൽ മുഴുവനും ചൂടുകുരു പോലെ, എന്നാൽ ചൂടുകുരു എന്ന് പറയുമ്പോൾ ചില ഭാഗത്ത് പൊള്ളി അടന്നതുപോലെ ആയിരിക്കുന്ന സ്കിന്നുമായിട്ടൊരു കുഞ്ഞിനെ മടി വെച്ചിരിക്കുക. കർത്താവെ, ഹലുറൂഷകരെ, തീരെ പൊടിക്കുഞ്ഞല്ല, 5 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. നിൻ്റെ കൃപ ചലിക്കണമപ്പാ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ. അവിടുത്തെ സൗഖ്യമുണ്ടാക്കണമപ്പാ. ഇപ്പോൾ നിൻ്റെ ശക്തി ചലിക്കട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.